എങ്ങനെ നമുക്ക് കടയിൽ നിന്നെല്ലാം വാങ്ങുന്ന ബോഡി ലോഷൻ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. അതിനുമ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ അതിനകത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ലാളെന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഭാവിയിൽ എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സ്റ്റാർട്ട്. ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഡിസ്റ്റിൽഡ് വാട്ടറാണ്. അപ്പോൾ ഞാൻ ഒരു 80 ഗ്രാം ഡിസ്റ്റിൽഡ് വാട്ടർ എടുക്കുന്നുണ്ട്. അപ്പോൾ 80 ഗ്രാം ഡിസ്റ്റിൽഡ് വാട്ടർ എടുക്കുക. അപ്പോൾ ഞാൻ 80 ഗ്രാം ഡിസ്റ്റിൽഡ് വാട്ടർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് റൈസാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ പച്ചരി ഉണ്ടല്ലോ, നമ്മൾ കാപ്പിക്കൊക്കെ ഇട്ടില്ലേ വെള്ള അരി, പച്ചരി, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മെഷർമെൻ്റ് ഒന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ കുറച്ചിടുകയാണ്, കാരണം ഒരു മുങ്ങുന്ന രീതിയിൽ ഇടുക. അതായത് കുതിർന്ന് വരുമ്പോൾ ഇത് പൊങ്ങി കിടക്കുന്ന അളവിന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നുമില്ല. ഏകദേശം കുതിർന്ന് വരുമ്പോൾ നമുക്കങ്ങ് മുങ്ങി നിൽക്കണം, ആ അളവിന് എടുക്കുക. അപ്പോൾ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കുതിരാനായിട്ട് ഒരു മണിക്കൂർ വച്ചിരിക്കാം. അപ്പോൾ ഇത് കുതിർന്ന് വന്നതിന് ശേഷം അടുത്ത പ്രിപ്പറേഷൻ നമുക്ക് കാണാം. അപ്പോൾ 1 hour ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അതായത് നന്നായിട്ട് അരച്ചെടുക്കണ്ട, ഒന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുത്തിട്ട് അരിച്ച് നമുക്ക് ഇതിനെ കൊണ്ടുവരാം. എന്നിട്ടുണ്ട് കണ്ടോ, അതിൻ്റെ ചെറുതായിട്ട് അടിച്ചതേ ഉള്ളൂ, മൊത്തത്തിൽ അരച്ചിട്ടില്ല. ഇങ്ങനെ അടിച്ചെടുത്താൽ മതി. അടിച്ചെടുത്തിട്ട് ഇതിനെങ്ങനെ ഞാനൊരു അരിപ്പിൽ വെച്ച് അതിൻ്റെ എസൻസൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാട്ടറിനെ ഒന്ന് മെഷർ ചെയ്യാം. നമുക്ക് വേണ്ടത് 74 ഗ്രാം വാട്ടർ വേണം. അത് നമുക്കിവിടെ എത്ര ഇരിക്കുന്നെന്ന് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ 64 ഉള്ളൂ. ഇനി നമുക്കൊരു 10 ഗ്രാം കൂടെ വാട്ടർ വേണം. അപ്പോൾ നമുക്കൊരു 10 ഗ്രാം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിൽ തന്നെ ഒന്ന് ഒഴിച്ച്, എൻ്റെ സ്റ്റാർച്ച് ഇതിൽ അടിഞ്ഞിരിപ്പുണ്ട്, അപ്പോൾ അതിൻ്റെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. ഒരു 75 ഗ്രാം ഒഴിച്ചിട്ടുണ്ട്. ഇതിനെ ഈ ഒരു ക്ലോത്തിൽ വെച്ചൊന്ന് അരിച്ചെടുക്കുകയാണ്. നമ്മൾ അരിപ്പിൽ എടുത്താലും അതിൽ ചെറിയ ചെറിയ പൊടികൾ കിടക്കും. അത് കാരണം നമ്മൾ ക്രീം ഉണ്ടാക്കുമ്പോൾ അത് ഒരു തരിതരിയായിട്ട് നമ്മുടെ ശരീരത്തിൽ വരാൻ ചാൻസ് ഉണ്ട്. അത് കാരണം ഞാനിങ്ങനെ തുണിയിലൂടെ ഒന്ന് അരിച്ചെടുക്കുകയാണ്. കുറേ സ്റ്റാർച്ച് ഇതിലുണ്ട്, അതിൻ്റെ ആ പൊടികൾ. അപ്പോൾ തുണിയിൽ വെച്ച് അരിച്ചെടുത്തിട്ട് തന്നെ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ക്രീം ഉണ്ടാക്കുമ്പോൾ ശരീരത്തെല്ലാം അത് തരിതരികളായിട്ട് സ്ക്രബ് പോലെ ആകാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല നമ്മുടെ ക്രീം നാശമാകാനും സാധ്യതയുണ്ട്. അത് കാരണം ഇങ്ങനെ തുണിയിൽ മസ്റ്റായിട്ട് പിഴിഞ്ഞ് എടുക്കുക. അപ്പോൾ ഞാനിങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതായിട്ട് നമുക്ക് വേണ്ടത് സോഡിയം ബെൻസോയേറ്റ് ആണ്. ഇത് ഫുഡ് പ്രിസർവേറ്റീവ് ആണ്. നമ്മൾ ഫുഡിലൊക്കെ ഇട്ട് കഴിക്കുന്ന പ്രിസർവേറ്റീവ് ആണ്. കേക്കിലും അങ്ങനത്തെ ഫുഡിലൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അരിയുടെ ഇതൊക്കെ അരച്ചെടുത്ത് ചെയ്യുന്നതാണല്ലോ. അത് കാരണം കൂടുതൽ ഷെൽഫ് ലൈഫ് കിട്ടാൻ വേണ്ടി നമ്മളിതിലേക്ക് ഫുഡ് പ്രിസർവേറ്റീവ് ഒരു 0.5 ഗ്രാം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് മിക്സ് ആവും. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് ഫ്രിഡ്ജിൽ 2 മണിക്കൂർ പ്രിസർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ പ്രിസർവ് ചെയ്യാൻ സോഡിയം ബെൻസോയേറ്റ് ഇട്ട് വെച്ച് ആ വാട്ടർ നമ്മളിപ്പോൾ 2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്, നമ്മൾ എടുത്ത വാട്ടർ 74 ഗ്രാം. അടുത്തായിട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഗ്ലിസറിനാണ്. അപ്പോൾ ഗ്ലിസറിൻ നമുക്കിവിടെ ഒരു 3 ഗ്രാം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു 3 ഗ്രാം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു 3 ഗ്രാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാട്ടർ ഫേസിൻ്റെ മെഷർമെൻറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തായിട്ട് മെഷർ ചെയ്യേണ്ടത് ഓയിൽ ഫേസാണ്. ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട ഓയിൽ ഒരു 16 ഗ്രാം, ഒരു 16 ഗ്രാം വരെ എടുക്കാം. എന്ത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. കോക്കനട്ട് ഓയിൽ എടുക്കാം. നമ്മളിതിപ്പോൾ റൈസ് സ്റ്റാർച്ച് വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ റൈസ് ബ്രാൻ ഓയിലൊക്കെ എടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ റൈസ് ബ്രാൻ ഓയിൽ ഇല്ല. അത് കാരണം ഞാൻ ഇവിടെ എടുക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം. ആൽമണ്ട് ഓയിൽ എടുക്കാം, ഒലീവ് ഓയിൽ എടുക്കാം. അതൊക്കെ കൂടുതൽ ബെനിഫിറ്റ്സ് തരും. ഞാനിവിടെ എടുക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. ഇതിപ്പം നമ്മൾ ബോഡി ലോഷൻ ആയതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളല്ലാത്ത ഫേസിലൊക്കെ ആണെങ്കിൽ കോക്കനട്ട് ഓയിൽ സെറ്റ് ആവില്ല, നമുക്ക് പിമ്പിൾസൊക്കെ വരും. ഇതിപ്പം ബോഡി ലോഷൻ ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 15 ഗ്രാം എടുത്തിട്ടുണ്ട്. ആയിട്ട് നമുക്ക് വേണ്ടത് ഇമൾസിഫൈങ് വാക്സ്. ഈ വാക്സ് ആണ് നമ്മുടെ എല്ലാ ക്രീമിലും ആഡ് ചെയ്യുന്നതാണ്. ഇത് നമുക്ക് ക്രീമി കൺസിസ്റ്റൻസി തരാനൊക്കെ സഹായിക്കുന്നതാണ് ഈ വാക്സ്. അപ്പോൾ ഇത് നമുക്കിവിടെ വേണ്ടത് 4 ഗ്രാമാണ്. ഞാൻ ഒരു 4 ഗ്രാം ഇട്ട് കൊടുക്കുകയാണ്.
ഞാൻ 4 ഗ്രാം ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ എമൾസിഫൈയിങ് വാക്സ് വന്ന് നമ്മുടെ എക്സസ് ആയിട്ടുള്ള ഓയിലിനെ കൺട്രോൾ ചെയ്യാനും ക്രീമി കൺസിസ്റ്റൻസി തരാനും നമുക്കൊരു മോയ്സ്ചറൈസറായിട്ടും ഇത് വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ മെഷർമെൻറ്റൊക്കെ കഴിഞ്ഞു. ഓയിൽ ഫേസിൻ്റെയും വാട്ടർ ഫേസിൻ്റെയൊക്കെ മെഷർമെൻറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതിനെ ഒന്ന് ഡബിൾ ബോയിലർ മെത്തേഡിൽ ഹീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ഡബിൾ ബോയിലർ മെത്തേഡിൽ ഹീറ്റ് ചെയ്തെടുക്കാം. അപ്പം വെള്ളം ഒന്ന് ചൂടാവട്ടെ. അപ്പം വെള്ളം ചൂടായിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ തീ കുറച്ച് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഈ 2 ഫേസിനെയും ഞാൻ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മെൽറ്റായി വരാം. എല്ലാം മെൽറ്റായിട്ടുണ്ട്. നമുക്കിനി ഒന്ന് തീ ഒന്ന് ഓഫാക്കാം. ഇനി നമുക്കിതിനെ ഈ ഓയിൽ ഫേസിലേക്ക് വാട്ടർ ഫേസിനെ ഒഴിച്ചു കൊടുക്കാം. ഈ ചൂട് തണുക്കുന്നതിന് മുമ്പ് തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ തുടങ്ങണം. അതിൻ്റെ ആ സ്റ്റാർച്ചൊക്കെ കിടപ്പുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിങ്ങനെ ഒരു ഹാൻഡ് ബ്ലെൻഡർ എടുത്ത് നിർത്താതെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടേ ഇരിക്കുക. അത് ചൂട് തണുക്കുന്നതിന് മുമ്പ് മിക്സ് ചെയ്താൽ മാത്രമേ നമുക്കൊരു ക്രീമി കൺസിസ്റ്റൻസി കിട്ടുകയുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബോഡി ലോഷൻ ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഇതിൽ ആഡ് ചെയ്യേണ്ടത് പ്രിസർവേറ്റീവും എസൻഷ്യൽ ഓയിലുമാണ്. അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്യാൻ പോകുന്ന പ്രിസർവേറ്റീവ് വന്ന് ലാവൻഡറാണ്. എൻ്റെ ഫേവറേറ്റ് എസൻഷ്യൽ ഓയിലാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 4 തുള്ളി ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വാവ്, എന്താ മണം! അപ്പോൾ ഇനി നമുക്കിതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് പ്രിസർവേറ്റീവാണ്. അത് നമ്മുടെ എപ്പോഴത്തെയും പോലെ ഫിനോക്സി എത്തനോൾ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 1 ഗ്രാം പ്രിസർവേറ്റീവാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ 1 ഗ്രാം പ്രിസർവേറ്റീവ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബോഡി ലോഷൻ ഇവിടെ റെഡിയാണ്. ഞാനിനി ഇതിനെ ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ ലോഷൻ ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മുടെ ബോഡി ലോഷൻ ഇവിടെ റെഡിയാണ്. ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ കുളിച്ചിട്ട് വന്ന് ചെറിയൊരു നനവിരിക്കുമ്പോഴേ നമ്മളിത് അപ്ലൈ ചെയ്യണം. അപ്പോഴാണ് ശരിക്കുള്ള ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അത് ബോഡി ലോഷൻ ആയാലും ശരി തന്നെ, മോയ്സ്ചറൈസിങ് ക്രീം ആയാലും ശരി തന്നെ, എപ്പോഴും ഒരു ചെറിയൊരു നനവിരിക്കുമ്പോഴേ അപ്ലൈ ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് കമൻറ്റ്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.